ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ SIT സംഘത്തിന് മേൽ സമ്മർദ്ദമെന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ഒരു തവണ ചോദ്യം ചെയ്തതിൽ അന്വേഷണം അവസാനിപ്പിക്കാനാണ് SITയുടെ ഗൂഢനീക്കം. കുറ്റപത്രം സമർപ്പിച്ച കേസിന്റെ അന്വേഷണം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ SIT സംഘം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ ഹൈക്കോടതി നൽകിയ 2 ആഴ്ച സമയം ഉടൻ അവസാനിക്കാനിരിക്കെയാണ് കുറ്റപത്രം സമർപ്പിച്ച് കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. കേസിലെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള വലിയ മുൻകരുതലുകൾ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കടകംപള്ളി സുരേന്ദ്രനിലേക്കും സുരേന്ദ്രന് മുകളിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അന്വേഷണം എത്തുമെന്നുള്ള സാഹചര്യം എത്തിയപ്പോഴാണ് സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ ഒരിക്കൽ കൂടിയുള്ള ഗൂഢനീക്കങ്ങൾ ഇപ്പോൾ അണിയറയിൽ സജീവമായിരിക്കുന്നത്. ശബരിമലയിൽ നടന്നത് കേവലം സ്വർണ്ണക്കൊള്ള മാത്രമാണെന്നും ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകരിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളിയിലെയും വാതിൽപ്പടിയിലെയും സ്വർണ്ണപ്പാളികളും മാത്രമാണ് മോഷണം പോയതെന്നും മോഷണം പോയ മുതൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് വേർതിരിച്ചുവെന്നും ആ വേർതിരിച്ച് വിറ്റ് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയ സ്വർണത്തിൽ വലിയൊരു പങ്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇനി മുന്നോട്ട് പോയിട്ട് വലിയ കാര്യങ്ങളില്ലെന്നുമുള്ള ഒഴുക്കൻ മട്ടിലുള്ള റിപ്പോർട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ശബരിമലയിൽ നടന്നത് കേവലം സ്വർണ്ണപ്പാളിയുടെ കൊള്ളയടി മാത്രമല്ല, അതിനേക്കാൾ ഉപരി വൻ സ്വർണ്ണ കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട്. 4-ലധികം പഞ്ചലോക വിഗ്രഹങ്ങളുടെ സ്വർണ്ണ നടന്നിട്ടുണ്ട്. ദീപപ്രഭ അവിടെ നിന്ന് കൊള്ള ചെയ്തിട്ടുണ്ട്. വ്യാളി രൂപം കൊള്ള ചെയ്തിട്ടുണ്ട്. മഹാദേവന്റെ രൂപം കൊള്ള ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശബരിമല ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഇതുവരെ അന്വേഷണ സംഘത്തിന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നിട്ടും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭരിക്കുന്ന സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിച്ച് തേച്ചു മായ്ച്ചു കളയാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളത്തിൽ ആ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള കേവലം ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഈ കേസിന്റെ അന്വേഷണം ശരിയാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? ഈ അന്വേഷണം എങ്ങനെയാണ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏറ്റവും ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതെങ്കിൽ കൂടി ഒരു SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കാം ഹൈക്കോടതി നിർദ്ദേശിക്കുക. എന്നാൽ ആ SP റാങ്കിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ രാഷ്ട്രീയ നിയമനമായിരുന്നു എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനകം ഉന്നയിച്ചിട്ടുള്ളത്. ADGP S ശ്രീജിത്തിന്റെയും അതുപോലെ തന്നെ IG ഹരിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അവർ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ളവരാണ്, സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ളവരാണ്, ഗ്രേഡ് SI റാങ്കിലുള്ളവരാണ്. അവരൊക്കെ ഈ അന്വേഷണ സംഘത്തിൽ കടന്നുകൂടിയിരുന്നു. ആ അന്വേഷണ സംഘത്തിൽ കടന്നുകൂടിയ ആളുകൾ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട നിർണായകമായ രേഖകൾ പലപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ഈ രേഖകൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ചോർത്തി നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളത് നേരത്തെ പുറത്തു വന്നിരുന്ന വിഷയങ്ങളാണ്. ഹൈക്കോടതി പോലും ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തൊരു ഉദ്യോഗസ്ഥരുടെ ചർച്ച ചെയ്യാൻ പാടില്ല എന്നും ഹൈക്കോടതിക്ക് നേരിട്ട് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ പാടുള്ളൂ എന്നും കർശനമായ താക്കീത് നൽകിയതാണ് ഹൈക്കോടതി. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചോർന്നു.
പല ഘട്ടങ്ങളിലും ഇതിന്റെ നിർണായകമായ വിവരങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, സർക്കാരിലെ ഉന്നതരിലേക്ക് എത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എവിടെയാണ് പാളിച്ചകൾ പറ്റിയത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി ഉണ്ടാവാൻ കാരണം? ഇപ്പോൾ ഇത് ഹൈക്കോടതിയുടെ നിതാന്തമായ ജാഗ്രത ഉണ്ടായിരുന്നിട്ടും, ഹൈക്കോടതി കണ്ണു തുറന്ന് കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നിട്ടും സ്വർണ്ണക്കൊള്ള അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണെന്നുള്ള ഏറ്റവും ദയനീയമായ വാർത്തയാണ് പുറത്തു വരാൻ കഴിയുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതന്മാരിലേക്ക് പിടിമുറുക്കുമെന്ന ഘട്ടത്തിൽ സ്വർണ്ണക്കൊള്ള അന്വേഷണം ഒന്നാകെ അട്ടിമറിക്കാനാണ് ഇപ്പോൾ നീക്കം. കടകംപള്ളി സുരേന്ദ്രനേക്ക് അന്വേഷണം എത്തിയപ്പോൾ കടകംപള്ളിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ബന്ധമുണ്ടെന്നും, കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വിദേശത്ത് പോയിട്ടുണ്ട് എന്നും, കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും തമ്മിൽ സിംഗപ്പൂർ യാത്ര നടത്തിയിട്ടുണ്ടെന്നും, കടകംപള്ളിയുടെ മണ്ഡലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടുകൊണ്ട് നിരവധി പേർക്ക് നിർധനരായ ആളുകൾക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ടെന്നും, 2016 മുതൽ തന്നെ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിൽ ദൃഢമായ ബന്ധമുണ്ടെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും, കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടും കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അന്വേഷണം അട്ടിമറിക്കാൻ CPM ഇടപെട്ടിരിക്കുന്നു, അന്വേഷണം അട്ടിമറിക്കാൻ പിണറായി സർക്കാർ ഇടപെട്ടിരിക്കുന്നു എന്നതിന്റെ യാതൊരു സംശയവും ഇനി വേണ്ട.